കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മൾക്ക് ആ പഴയ കാലത്തിലേക്ക് പോയാലോ? കൂട്ടുകൂടാമോ? സബ് ചെയ്യൂ. അങ്ങനെ പല വേഷങ്ങളിലും വന്ന് ജോർജിന്റെ അടുത്ത് ഉണ്ണി എത്തുന്നു. അവിടെ ചെന്ന് ജോർജ്, നിനക്ക് എന്നെ അറിയില്ലേ, ഞാൻ വിക്രമൻ ആണ്, പണ്ടത്തെ ആ വിക്രമൻ, ചന്ദനത്തടി, അങ്ങനെയെല്ലാം പറഞ്ഞ് ഓരോന്നും പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നു. ജോർജിന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവാത്തതുപോലെ സംശയിച്ചു നിൽക്കുന്നു. ആള് ആരാണെന്ന് ജോർജിന് ഇതുവരെ പിടിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്നും ഉണ്ണി പുറത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഡ്രസ്സ് എല്ലാം കൂട്ടുകാരന് കൊടുക്കുന്നു. എന്നിട്ട് ജോർജ് റൂമിന്റെ പുറത്തേക്ക് വരുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ പോലെ ജോർജിന്റെ മുന്നിലൂടെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ജോർജിന് ഇപ്പോൾ കൂടുതൽ പേടി തട്ടിയിട്ടുണ്ട്, എന്തോ ഉണ്ട് എന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെയായിരുന്നു ഉണ്ണി ഇങ്ങനെ ഒരു വേഷം കെട്ടി അവന്റെ മുമ്പിൽ ചെന്നത്. താൻ ഇങ്ങനെയെല്ലാം ഒരു നമ്പർ ഇട്ടാൽ ഉറപ്പായിട്ടും പൂച്ചക്കണ്ണനെ ജോർജ് വിളിക്കുമെന്ന് ഉണ്ണിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. ജോർജ് ഉടൻ തന്നെ പൂച്ചക്കണ്ണനെ കോണ്ടാക്ട് ചെയ്യുന്നു. ഉടൻ ഇങ്ങോട്ട് എത്താൻ ജോർജ് പൂച്ചക്കണ്ണനോട് പറയുന്നു. നമ്മുടെ പിന്നിൽ ആരോ ഉണ്ട്, നമ്മൾ എല്ലാവരും സൂക്ഷിക്കണമെന്ന് ജോർജ് പൂച്ചക്കണ്ണനോട് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ണി വക്കീലിനെ കാറിൽ കയറ്റി ഓരോന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു. കാറിൽ കയറ്റിയ വക്കീലിനെ ഒരു അണ്ടർവെയർ കൊടുക്കുന്നു. എന്നിട്ട് വേറെ ഒരു അണ്ടർവെയർ ഒരു മരത്തിൽ തൂക്കിയിട്ട് അത് റിമോട്ട് കൊണ്ട് സ്വിച്ച് അമർത്തി കത്തിച്ചു കളയുന്നു. എന്നിട്ട് വേറൊരു അണ്ടർവെയർ അയാളെ കൊണ്ട് ഇടിക്കുന്നു. അങ്ങനെ അയാളെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ജോർജ് പറഞ്ഞ പ്രകാരം പൂച്ചക്കണ്ണൻ നാട്ടിലെത്തുന്നു. എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി വക്കീലിനെ ആ അണ്ടർവെയറും ധരിപ്പിച്ച് ക്വാർട്ടേഴ്സിന്റെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. സെക്യൂരിറ്റിയോട് വക്കീൽ ചോദിക്കുന്നു, പൂച്ചക്കണ്ണൻ എത്തിയോ എന്ന്. അപ്പോൾ പറയുന്നു, എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് വന്നിട്ടുള്ളത് എന്നും ജോർജും അവിടെ ഉണ്ട് എന്നും സെക്യൂരിറ്റി പറയുന്നു. അങ്ങനെ അവർ രണ്ടാളും അവിടെ ഉണ്ടെന്ന് ഉണ്ണി മനസ്സിലാക്കുന്നു. പിന്നീട് വക്കീലിനെ ആ ക്വാർട്ടേഴ്സിന്റെ മുമ്പിലേക്ക് ഇറക്കി വിടുന്നു. ഈ അണ്ടർവെയർ ധരിപ്പിച്ച് തന്നെ ഇറക്കി വിടുകയാണ്. ഉണ്ണിയും കൂട്ടുകാരനും പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വക്കീലും ജോർജും പൂച്ചക്കണ്ണനും ഉള്ളിടത്തേക്ക് പോയി അവരോട് സംസാരിക്കുന്നു. നമ്മളെല്ലാവരും പെട്ടിരിക്കുകയാണെന്നും എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല, ഞാൻ ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്നെല്ലാം മണ്ടത്തരങ്ങൾ വക്കീൽ പറയുന്നു. അപ്പോൾ ജോർജ് പറയുന്നു, ഇവനെ എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന് അവൻ വക്കീലിനോട് ചോദിക്കുന്നു. ഇതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലാമോ വക്കീൽ പുലമ്പുന്നു. അപ്പോൾ പൂച്ചക്കണ്ണൻ പറയുന്നു, ഇവന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ജോർജിനെയും വക്കീലിനെയും താഴെ വിട്ട് പൂച്ചക്കണ്ണൻ മുകളിലേക്ക് കയറിപ്പോകുന്നു. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് പൂച്ചക്കണ്ണൻ ഉണ്ണിയെ കണ്ടു ഞെട്ടുന്നു. ആ റൂമിൽ ഉണ്ണി കയറി പറ്റിയിരുന്നു. ഈ പാർട്ട് കണ്ടിട്ട്